ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിൽ യാതൊരുവിധ അവ്യക്തതയുമില്ല. ഇന്നിവിടെ ഈ ചർച്ച തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ്. കഴിഞ്ഞ 9 വർഷം ശബരിമലയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു ഈ സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുമായിരുന്നു. കാരണം മലയാളികളുടെ ഒരു വലിയ വികാരമാണ്. നമ്മൾ 18-ാം പടി കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന തത്വമസി. തത്വമസി എന്ന ആശയം എന്താണ്? നീ അന്വേഷിക്കുന്ന ദൈവം നിന്നിൽ തന്നെയുണ്ട്, എല്ലാ മനുഷ്യരിലും ആ ദൈവാംശമുണ്ട് എന്ന ആ വലിയ ഒരു വികാരമാണ് ശബരിമലയെ നമ്മളെല്ലാവരും വലിയ സ്നേഹത്തോടെ കാണുന്നത്. പക്ഷേ ആ കോടാനുകോടി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു സമീപനം, മലയാളികളെ ഭൂരിപക്ഷമായും ന്യൂനപക്ഷമായും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 8 വർഷവും പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുകയുണ്ടായി, 1500 കോടി രൂപ കഴിഞ്ഞ 9 വർഷം ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഇന്ന് ഈ സെപ്റ്റംബർ മാസം 19-ാം തീയതി കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി VN വാസവൻ അവർ നൽകിയ മറുപടി ഞാൻ വായിക്കാം. ഇന്ന് അദ്ദേഹം പറഞ്ഞത് 2016 മുതൽ ഇതുവരെ 275 കോടി രൂപ വകയിരുത്തി. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് 156 കോടി, നൽകിയത് 79 കോടി. ഇത് കൃത്യമായ മറുപടിയാണ്. ഇന്ന് നിയമസഭയിൽ പറഞ്ഞ മറുപടി 79 കോടി രൂപയാണ് കഴിഞ്ഞ 9 വർഷമായി ഈ ശബരിമലയ്ക്ക് വേണ്ടി ഇവർ വകയിരുത്തി. എന്നിട്ട് പറയുകയാണ് 1500 കോടിയുടെ കണക്ക്. ഇവിടെയുള്ള എരുമേലി നിവാസികൾ 2023 ബജറ്റിൽ ഇവിടെ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചു. എരുമേലി മാസ്റ്റർ പ്ലാൻ 10 കോടി രൂപ. ഒരു ചില്ലിക്കാശെങ്കിലും ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയെ കഴിഞ്ഞ 9 വർഷം വിവാദങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചവർ, സുപ്രീം കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ടിവിസ്റ്റുകളായ വനിതകളെ ശബരിമലയിൽ കയറ്റി. 2005 സുപ്രീം കോടതി വിധിയുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ. 2005 മുതൽ 20 വർഷം കഴിഞ്ഞു. ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൽ എത്ര രൂപ ഈ സർക്കാർ ചെലവഴിക്കാൻ തയ്യാറായി? 2015 കേന്ദ്ര സർക്കാർ ഭാരത് ദർശൻ പദ്ധതി പ്രകാരം അനുവദിച്ച 100 കോടി രൂപയിൽ 80 കോടി രൂപ ലാപ്സായി പോയി. അപ്പോൾ വളരെ ബോധപൂർവമായി ഇത്രയും കാലം ഈ നിരീശ്വരവാദി സർക്കാർ ശ്രമിച്ചത് മുഴുവൻ എന്ന് പറയുന്നത് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഈ സ്നേഹം പറഞ്ഞു വരുന്നത് 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി കൂടി പറഞ്ഞു, ശബരിമല വിഷയം തിരിച്ചടിച്ചു, ശബരിമലയിൽ നമ്മളെടുത്ത നിലപാട് തിരിച്ചടിച്ചു, സഖാക്കന്മാർ വീട് കയറി പ്രചരണം നടത്തി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പോൾ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി, ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി ഇവിടെ മഹാനുഭാവുവായ ശബരിമല അയ്യപ്പൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നുള്ള അതിശക്തമായ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കോൺഗ്രസിന് ഇതിനകത്ത് ഒരു അവ്യക്തതയുമില്ല. ഞങ്ങളാരെയും തടയുന്നില്ല, പോകാൻ ആഗ്രഹമുള്ളവർക്ക് പോകാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. ഇതിൻ്റെ അതാണ് ഞങ്ങൾ പറയും. ഇന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു 4 കിലോ സ്വർണത്തിന് കണക്ക് പറ. ദേവസ്വം ബോർഡ് എവിടെ പോയി? ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 4 കോടി രൂപയാ. കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ, ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല. അവിടെ ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും ഹൈക്കോടതിയുടെ നിരീക്ഷണം വേണം. അവിടെ ഒരു എംപവേർഡ് കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം അതിന് കണക്ക് പറയട്ടെ. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് ശബരിമല വലിയൊരു പേടി സ്വപ്നമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ, അപ്പോൾ ശബരിമല എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു പേടി സ്വപ്നമായി കാണുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെയാണ് പേടിക്കുന്നത്? ദേവസ്വം ബോർഡിന് മുകളിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏക ഛത്രാധിപതിയാണോ ഇവിടെ ദേവസ്വം ബോർഡ് ഭയപ്പെടുന്നത് എന്നുകൂടി ഞാൻ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക.